ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാര്യത്തെ കിളിക്കൂടി നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നികേഷും നിധിയും ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവര് വരുന്നത് കാത്തു നിൽക്കുകയാണ് സുധീഷ്. അവരെ കാണിക്കാനായി ശയന പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ സുധീഷ് അഭിനയിക്കുന്നുവെങ്കിലും നിധിയും നികേഷും സുധീഷിനെ ശ്രദ്ധിക്കുന്നില്ല. ഈശ്വര ഭഗവാനെ എന്നൊക്കെ സുധീഷ് ഉറക്കെ വിളിക്കുന്നുവെങ്കിലും സുധീഷിനെ ശ്രദ്ധിക്കാതെ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് നിധിയും നികേഷും. ഇത് കണ്ട് അവിടെ നിന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി അവര് കാണത്തക്ക രീതിയിൽ വീണ്ടും ശയന പ്രദക്ഷിണം ചെയ്യുകയാണ് സുധീഷ്. സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്ന നിധിയും നിതേഷും സുധീഷിനെ ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും അവര് കാണത്തക്ക രീതിയിൽ മുന്നോട്ടേക്ക് ചെന്ന് ശയന പ്രദക്ഷിണം ചെയ്ത് ഈശ്വര ഭഗവാൻ എന്നൊക്കെ ഉറക്ക വിളിക്കുകയാണ്. നികേഷ് സംശയത്തോടുകൂടി സുധീഷിനെ ശ്രദ്ധിക്കുന്നു. എന്തുപറ്റി നികേഷ് എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കുകയാണ്, ഏട്ടത്തി ആ ആളെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി ഓർക്കുന്നുണ്ടോ? നിധി ചോദിക്കുന്നു, അറിയുന്ന ആളാണോ? എനിക്കറിയില്ലല്ലോ, വാ നമുക്ക് നോക്കാന്ന് പറഞ്ഞ് നിധിയും കൂടി നികേഷ് സുധീഷിന്റെ അരികിലേക്ക് വരികയാണ്. സുധീഷ് ഏട്ടൻ എന്താ ഇവിടെ കിടന്ന് ഉരുളുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്താ ഇവിടെ? നികേഷ് പറയുന്നു, ഞങ്ങള് ക്ഷേത്രത്തിലേക്ക് വന്നതാ. സുധീഷ് ഏട്ടൻ ഇവിടെ എന്താ ചെയ്യുന്നത്? സുധീഷ് പറയുന്നു, ശയന പ്രദക്ഷിണം ചെയ്യുകയാടാ. ഞാൻ നേർച്ച പൂർത്തിയാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. നികേഷ്, സുധീഷ് ഏട്ടൻ തനിച്ചേ ഉള്ളൂ, ഒന്ന് ഉരുട്ടി വിടുമോ? അങ്ങോട്ട് നോക്കിയേ, എല്ലാവർക്കും ഉരുട്ടി വിടാൻ ആൾക്കാരുണ്ട്, എനിക്ക് മാത്രമില്ല. തന്നെ ഉരുണ്ടുരുണ്ട് വിഷമം തോന്നുന്നടാ. ശരി വരാന്ന് പറഞ്ഞ നികേഷ് സുധീഷിനെ സഹായിക്കുകയാണ്. നിധിയും നികേഷിന്റെ ഒപ്പം മുന്നോട്ട് നടന്നു വരികയാണ്. നിധി തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ട് സന്തോഷത്തോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, നമ്മുടെ ആള് നോക്കുന്നുണ്ട്. നിധി വിഷമത്തോടുകൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. തുടർന്ന് ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് വന്ന സുധീഷ് ക്ഷീണത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. നികേഷ്, എന്നെ ഒന്ന് താങ്ങി പിടിച്ച് അവിടേക്ക് ഇരുത്തടാ. നികേഷ് താങ്ങി പിടിച്ച് സുധീഷിനെ അവിടേക്ക് ഇരുത്തുകയാണ്. നിധി ചോദിക്കുന്നു, എന്തു പറ്റി? എന്താ ഇങ്ങനെ ഒരു നേർച്ച? സുധീഷ് പറയുന്നു, എല്ലാം നിധിക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടിയൊന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി പാവല്ലേ, സർട്ടിഫിക്കറ്റും കിട്ടിയില്ല, ജോലിയും കിട്ടിയില്ല. നിധിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ നേർച്ച നേർന്നത്. നിധി പറയുന്നു, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിരുന്നെങ്കിൽ പോലും വിശ്വസിച്ചേനെ. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, ജോലിയില്ല എന്നും പറഞ്ഞ് ശയന പ്രദക്ഷിണം ചെയ്യുന്നു. സുധീഷ് പറയുന്നു, സത്യമായിട്ടും നിധിക്ക് വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്തത്. പെട്ടെന്ന് നിധി ശ്രദ്ധിക്കുകയാണ് അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സുനന്ദയെ. അത് സുനന്ദയല്ലേന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷും സുധീഷും സുനന്ദയെ ശ്രദ്ധിക്കുകയാണ്. നികേഷ് പറയുകയാണ്, കരയുവാണോ? നിധി പറയുന്നു, സുനന്ദയ്ക്ക് നടക്കാൻ പോകുന്ന കല്യാണത്തെ കുറിച്ച് ആലോചിച്ചുള്ള വിഷമമാണ്. സുഭാഷേട്ടനും നമ്മള് പെണ്ണ് കാണാൻ പോയതിൽ സന്തോഷമില്ല. ഞാൻ പലതവണ പറഞ്ഞതാ, എന്നാലും പറയുക. സുനന്ദ മറ്റൊരാളെ കല്യാണം കഴിക്കുന്നതിൽ സുഭാഷേട്ടന് നല്ല വിഷമമുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ സുഭാഷേട്ടന്റെയും സുനന്ദയുടെയും കല്യാണം നടന്നാൽ നല്ലതല്ലേ? നികേഷ് പറയണേ, ഏട്ടത്തി അങ്ങനെ ഒരു ചാൻസ് ഇല്ല, അത് നടക്കില്ല. നിധി പറയുകയാണ്, എന്തെങ്കിലും ചെയ്ത് അവരെ ഒരുമിപ്പിച്ചൂടെ? അതിനൊന്നും വഴിയില്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ്, സുധീഷ് തന്നെ ഇങ്ങനെ പറയണം? എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കല്യാണം വീട്ടുകാരെ നടത്താൻ വേണ്ടി ഇരുന്നപ്പോൾ സുധീഷ് അല്ലേ എന്നെ ഹെൽപ്പ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്? അതേപോലെ സുനന്ദയും ഹെൽപ്പ് ചെയ്തൂടെ? സുധീഷ് പറയുന്നു, നിധി വാ തുറന്നു പറഞ്ഞു ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്നും ആ വീട്ടിൽ നിന്നും പോകണമെന്നും. നിധിയുടെ ധൈര്യമൊന്നും സുനന്ദയ്ക്കില്ല. ഇത് കേട്ട് നിധി വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നു, മോളെ നിധി, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തു. സുനന്ദയ്ക്ക് വേണ്ടി ഞാൻ എന്തിനാ റിസ്ക് എടുക്കുന്നത്? നികേഷ് പറയുന്നു, അതെ ഏട്ടത്തി, സുധീഷിനെ പറഞ്ഞത് സത്യമാ. ഏട്ടത്തിയുടെ അത്രയും ധൈര്യമൊന്നും സുനന്ദയ്ക്കില്ല. ഇപ്പം സുനന്ദ നല്ല വിഷമത്തിലാണ്, അതില് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കല്യാണം കഴിയുമ്പോ മാറിക്കോളൂ. സുനന്ദയ്ക്ക് വീടും അച്ഛനും അമ്മയും എല്ലാം ആണ് പ്രധാനം. അവരുടെ തീരുമാനത്തിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ സുനന്ദയ്ക്ക് കഴിയില്ല. എടുത്തി വാ, നമുക്ക് തൊഴുതിട്ട് വരാം. അങ്ങനെ നിധിയെയും കൂട്ടിക്കൊണ്ട് നികേഷ് അകത്തേക്ക് പോകുമ്പോൾ അവിടെ വന്നിരുന്നിട്ട് സുധീഷ് പറയുകയാണ്, എങ്ങനെയാണ് ഇവരൊക്കെ ശയനപ്രദക്ഷിണം ചെയ്യുന്നത്? കുറച്ചുരുണ്ടപ്പോൾ തന്നെ തളർന്നു പോയി ഞാൻ. അതിനുശേഷം കാണിക്കുന്നത് ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സുഭാഷിനോട് കൂടെ ജോലി ചെയ്യുന്ന ബംഗാളി ചേട്ടൻ പറയുന്നു, എന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വന്നായിരുന്നു ഒരു കൂട്ടര്. സുഭാഷ് പറയുന്നു, നല്ല കാര്യം, അപ്പൊ ഉടനെ തന്നെ അനിയത്തിയുടെ കല്യാണത്തിന് നാട്ടിലേക്ക് പോകുമോ? ആ ചേട്ടൻ പറയുന്നു, ഇല്ല ഭയ്യ, അനിയത്തിക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടില്ല, അവര് പോയതിനു ശേഷം അമ്മയോട് പറഞ്ഞു. സുഭാഷ് പറയുന്നു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കല്യാണം നടത്തരുതടാ. ആ ചേട്ടൻ പറയുകയാണ്, പയ്യന്റെ വീട്ടുകാര് നല്ല സൗകര്യമുള്ളവരാണ്, നല്ല ആൾക്കാരുമാണ്, ഇവളെന്തോ ഇഷ്ടമല്ലാന്നൊക്കെ പറയുന്നു. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സുഭാഷ് പറയുന്നു, ദേ നോക്ക്, കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകുന്നത് നിന്റെ അനുജത്തിയാണ്, നിങ്ങളുടെ ഇഷ്ടമല്ല പ്രധാനം, നിന്റെ അനുജത്തിയുടെ ഇഷ്ടമാണ് നോക്കേണ്ടത്. ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാരണങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കാതെ വേറെ പയ്യനെ നോക്ക്. ഈ സമയം ജ്യോതി സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ബംഗാളി ചേട്ടൻ പറയുന്നു, ഭയ്യ ഫോൺ റിങ് ചെയ്യുന്നു, ഇനി താന്ന് സുഭാഷ് പറയുമ്പോൾ ആ ചേട്ടൻ ഫോൺ എടുത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ കോള് കട്ടാവുകയാണ്. അത് ജ്യോതിയുടെ കോളാണെന്ന് സുഭാഷിന് മനസ്സിലാവുന്നു. ഇതെന്താ ഫോൺ എടുക്കാത്തേന്ന് പറഞ്ഞ് ജ്യോതി വീണ്ടും സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സുഭാഷ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ജ്യോതി പറയുന്നു, ഹലോ, ഞാൻ ജ്യോതിയെ സംസാരിക്കുന്നത്. സുഭാഷ് പറയുകയാണ്, മനസ്സിലായി, പറഞ്ഞോളൂ. സുഖമായിട്ടിരിക്കുന്നോ? ജ്യോതി പറയുന്നു, ആ സുഖമായിട്ടിരിക്കുന്നു. ബിസി ആയിരുന്നോ? ഞാൻ ആദ്യം ഒരു പ്രാവശ്യം വിളിച്ചായിരുന്നു, എടുത്തില്ലായിരുന്നു. സുഭാഷ് പറയുന്നു, അതെ, ഞാൻ ജോലിയിലായിരുന്നു. കൈ കഴുകിയിട്ട് വന്ന് ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും
കോള് കട്ടായി. ജ്യോതി പറയുന്നു, ശരി, എന്നെ തിരിച്ചു വിളിക്കത്തില്ലായിരുന്നോ? സുഭാഷ് പറയുകയാണ്, ഞാൻ തിരിച്ചു വിളിക്കുന്നതിന് മുമ്പേ എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലോ. പുഞ്ചിരിച്ച ജ്യോതി പറയുന്നു, ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല. പെണ്ണ് കാണലിന്റെ കാര്യം ജ്വല്ലറിയിൽ എല്ലാവരും അറിഞ്ഞു. പെണ്ണ് കാണലിന്റെ കാര്യം അറിഞ്ഞ എല്ലാവരും എന്നെ കളിയാക്കും. സുഭാഷ് പറയുന്നു, ഓ അതുകൊണ്ടാണോ പോവാത്തത്? കഴിച്ചോ? ജ്യോതി പറയുന്നു, കഴിച്ചു. എപ്പോഴാ ജോലി കഴിയുന്നത്? സുഭാഷ് പറയുന്നു, അത് വൈകുന്നേരം 7-7:30 വീടിന്റെ ഓണറ് ഉടനെ പാലുകാച്ചി നടത്തണമെന്ന് പറഞ്ഞിരിക്കുക. അതിനുള്ളിൽ എല്ലാം തീർത്തു കൊടുക്കണം. ഇതൊരു വലിയ വീടാ. നമ്മുടെ എഞ്ചിനീയർ എന്നെ വിശ്വസിച്ച് മുഴുവൻ ജോലിയും എന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്നെ അത്രയ്ക്ക് വിശ്വാസമാ എഞ്ചിനീയർക്ക്. സുഭാഷ് ഉണ്ടെങ്കിൽ ജോലി നന്നായി നടക്കുമെന്ന് പറഞ്ഞ് എഞ്ചിനീയർ ഇങ്ങോട്ട് വരാറ് പോലുമില്ല. ജ്യോതിയുടെ വീട് പണിതിട്ട് എത്ര വർഷമായി? ജ്യോതി പറയുന്നു, അറിയില്ല, അതൊക്കെ അച്ഛനോട് ചോദിക്കണം. പിന്നെ സുഭാഷ് പറയുകയാണ്, ഇപ്പം പഴയ വീടുകളാ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. എന്റെ വീടും പഴയ വീടാ, അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. വേറെ എന്തുകൊണ്ട് പറയാനെന്ന് ജ്യോതി ചോദിക്കുമ്പോഴും സുഭാഷ് ജോലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജ്യോതി സുഭാഷിന്റെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. തുടർന്ന് ജ്യോതി പറയുന്നു, ശരിയെന്നാ, അച്ഛൻ വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാമേ. ശരിയെന്ന് സുഭാഷ് പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് സമാധാനത്തോടു കൂടി നിൽക്കുകയാണ് ജ്യോതി. തുടർന്ന് സുഭാഷ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജ്യോതി വീണ്ടും വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത സുഭാഷിനോട് ജ്യോതി ചോദിക്കുന്നു, ഇപ്പൊ എന്ത് ചെയ്യുക? ലഞ്ച് ബ്രേക്ക് ആയിരിക്കുമെന്ന് കരുതിയാ ഞാൻ ഫോൺ ചെയ്തത്. സുഭാഷ് പറയുന്നു, അതെ അതെ, കഴിച്ചുകൊണ്ടിരിക്കുക. ജ്യോതി കഴിച്ചോ? ജ്യോതി പറയുന്നു, ഇല്ല, ഇനി കഴിക്കണം. അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുക. സുഭാഷ് ചോദിക്കുന്നു, അമ്മ എന്താ ഉണ്ടാക്കുന്നത്? ജ്യോതി പറയുകയാണ്, ഞാൻ ഇതുവരെ അടുക്കളയിലേക്ക് പോയില്ല, എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. സുഭാഷ് പറയുന്നു, ഞാൻ രാവിലെ കറികളൊക്കെ വെച്ചിട്ടാ വന്നത്. അങ്ങനെ കറികളെ കുറിച്ചൊക്കെ സുഭാഷ് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് ജ്യോതി. സുഭാഷ് ചോദിക്കുന്നു, വീട്ടില് ആരാ പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്? അതൊക്കെ അമ്മയാ വാങ്ങുന്നതെന്ന് ജ്യോതി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, എന്റെ വീട്ടില് ഞാനാ വാങ്ങുന്നത്. അങ്ങനെ സുഭാഷ് സംസാരിക്കുമ്പോൾ ബോറടിച്ച് മറുപടി പറയാനാകാതെ ഇരിക്കുകയാണ് ജ്യോതി. തുടർന്ന് നിധിയും സുധീഷും ഹരീഷും നികേഷും ഭക്ഷണം കഴിക്കുകയാണ്. നികേഷിനോട് കഴിക്കെന്ന് പറഞ്ഞ് നിധി നിർബന്ധിക്കുമ്പോൾ സുധീഷ് അവരെ ശ്രദ്ധിക്കുകയാണ്. ചൂട് സഹിക്കാനാകാതെ വിയർത്തൊലിച്ചിരിക്കുന്ന നിധിയെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, നമുക്ക് ഇതിന് എന്തെങ്കിലും ചെയ്യാം നിധി. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിയുടെ വീട് ഫുൾ AC ആയിരുന്നോ? സുധീഷ് പറയുന്നു, അതെ അതെ, നിധിയുടെ വീട് ഫുൾ AC ആയിരുന്നു. കിച്ചണിൽ AC ഉണ്ടായിരുന്നോ? നിധി പറയുന്നു, കിച്ചണിലൊന്നും AC ഇല്ലായിരുന്നു. സുധീഷ് പറയുന്നു, കിച്ചണില് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും AC വെക്കാഞ്ഞത്. പിന്നെ നിധി കിച്ചണിലോട്ട് അങ്ങനെ പോകാറില്ലല്ലോ, അമ്മയാണല്ലോ എപ്പോഴും കിച്ചണില്. ജോലികളൊക്കെ ചെയ്യാനായി ജോലിക്കാരും ഉണ്ട്. വീട് നല്ല വലിയ വീടാ. ഈ സമയം കഴിക്കുവാണോ എന്ന് ചോദിച്ച് ഭാസ്കരൻ അവിടേക്ക് വരികയാണ്. വാ കഴിക്കാമെന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുന്നു, സാമ്പാറല്ലേ, എനിക്ക് വേണ്ട. ദാ മോളെ, ഇത് വാങ്ങിച്ചു കഴിക്കുക. അല്ലെങ്കിൽ വേണ്ട, മോള് കഴിക്കുവല്ലേ, ഞാൻ എടുത്തു തരാം. അങ്ങനെ ഇത് ചിക്കൻ 65 ഇത് കൂട്ടി കഴിക്കുക. ഞാൻ ബിരിയാണി കഴിച്ചിട്ടാ വന്നത്, മോക്ക് വേണ്ടി വാങ്ങിയതാ ഇത്. വാങ്ങിക്കും മോളെ. നിധി അത് വാങ്ങിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, മോളെ, മോക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണിത്. ഇത് മോള് മാത്രം കഴിച്ചാൽ മതി, ഇവർക്ക് ആർക്കും കൊടുക്കണ്ട. കഴിക്ക്. ഇത് കേട്ട് നിധി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന ഭാസ്കരൻ പറയുകയാണ്, മോളെ, ഞാൻ വീണ്ടും പറയുക, ഇത് നിനക്ക് വേണ്ടി മാത്രം ഉള്ളതാ. ഇവന്മാർക്കൊന്നുമില്ല, ബാഡ് ബോയ്സ്, ആർക്കും കൊടുക്കാതെ മോള് മാത്രം കഴിച്ചാൽ മതി, നല്ലതാ. അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് പോകുമ്പോൾ പുഞ്ചിരിച്ച് നികേഷ് പറയുകയാണ്, ഏട്ടത്തി, സ്നേഹം ഒഴുകുകയാണല്ലോ. പുഞ്ചിരിച്ച് നിധി പറയുന്നു, ദാ കഴിക്ക്. വേണ്ടെന്ന് ഹരീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഇത് അച്ഛൻ ഉണ്ടാക്കിയതൊന്നുമല്ല, ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ, കഴിക്ക്. ഹരീഷും നികേഷും അതെടുക്കുകയാണ്. സുധീഷ് നിധിക്ക് ചിക്കൻ 65 വിളമ്പി കൊടുക്കുന്നു. മതി മതി എന്ന് പറഞ്ഞ് നിധി അത് കഴിക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ്. നികേഷും ഹരീഷും പുഞ്ചിരിച്ച് സുധീഷിനെ ശ്രദ്ധിക്കുന്നു. തുടർന്ന് ഭാസ്കരൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, ശരിക്കും നിങ്ങളുടെ അച്ഛൻ ഒരു കൊല ചെയ്തിട്ടുണ്ടോ? ഇത് കേട്ട് അവർ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ നിധി പറയുന്നു, സോറി, എനിക്കെന്തോ അച്ഛനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതേയില്ല. ഹരീഷ് ചോദിക്കുന്നു, ചിക്കൻ 65 വാങ്ങി തന്നാൽ കൊല ചെയ്യില്ലെന്നാണോ? കൊല ചെയ്തിട്ട് ജയിലിലായിരുന്നു. നിധി പറയുന്നു, സോറി, ഞാനിപ്പോ ഇത് ചോദിക്കാൻ പാടില്ലായിരുന്നു, നിങ്ങൾ കഴിക്കൂ. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ജ്യോതി. കോള് കണ്ട് നിധി പറയുന്നു, ദേ നോക്ക്, സുഭാഷ് ഏട്ടന് വേണ്ടി നമ്മൾ പോയി കണ്ട പെൺകുട്ടിയാ വിളിക്കുന്നത്. ജ്യോതി. സുധീഷ് പറയുന്നു, എടുക്ക് നിധി, സ്പീക്കറിലിടുന്നിട്ട്. നിധി ഫോൺ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിടുമ്പോൾ ജ്യോതി പറയുന്നു, ഞാൻ ജ്യോതിയെ വിളിക്കുന്നത്. നിധി പറയുന്നു, മനസ്സിലായി, ജ്യോതിയുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സുഖമായിരിക്കുന്നോ? ജ്യോതി പറയുന്നു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിധിക്ക് സുഖമാണോ? നിധി പറയുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. സുഭാഷ് ഏട്ടനുമായി സംസാരിച്ചോ? ജ്യോതി പറയുന്നു, ആ, സംസാരിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ നിധി പറയുന്നു, നിങ്ങൾ സംസാരിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ വിവാഹം അങ്ങ് ഉറപ്പിക്കാം. ഞങ്ങൾ ഇതുവരെയും സുഭാഷിനേട്ടനോട് ഒന്നും ചോദിച്ചില്ല, 2-3 ദിവസം കഴിയട്ടെന്ന് വിചാരിച്ചു. വിഷമത്തോടു കൂടി ജ്യോതി പറയുന്നു, സോറി നിധി, ഞാൻ ഇതിനെ പറ്റി എന്റെ അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ എങ്ങനെ നിധിയോട് സംസാരിക്കുമെന്നുള്ള ആലോചനയിലാണ്, അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ചു പറയാമെന്ന് കരുതിയത്. ഇക്കാര്യം എനിക്ക് സുഭാഷിനോട് നേരിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നിധിയോട് പറയാമെന്ന് വിചാരിച്ചത്. എന്തു പറ്റിയെന്ന് നിധി ചോദിക്കുമ്പോൾ ജ്യോതി പറയുകയാണ്, സുഭാഷ് എനിക്ക് ശരിയാകില്ല, ഞങ്ങൾ സെറ്റ് ആകില്ല. ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. നിധി ചോദിക്കുന്നു, എന്തു പറ്റി? സുഭാഷ് ഏട്ടൻ ജ്യോതിയെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. ജ്യോതി പറയുന്നു, ഇല്ല, എന്നോട് ഇഷ്ടമല്ലാന്നൊന്നും പറഞ്ഞില്ല. ഞാൻ 2-3 പ്രാവശ്യം ഫോണിൽ വിളിച്ച് സംസാരിച്ചു. എന്നെ
എനിക്കെന്തോ സെറ്റ് ആകില്ലെന്ന് തോന്നുന്നു. നിധി പറയുന്നു, അയ്യോ ജ്യോതി സുഭാഷ് ഏട്ടനോട് 2-3 പ്രാവശ്യം സംസാരിച്ചപ്പോൾ സുഭാഷ് ഏട്ടനെ ശരിക്കും മനസ്സിലായി കാണത്തില്ല. സുഭാഷ് ഏട്ടൻ നല്ല കെയറിംഗ് ഉള്ള പേഴ്സൺ ആണ്. ജ്യോതി പറയുന്നു, ഇല്ല, സുഭാഷ് ഭയങ്കര ബോറായിട്ടാ സംസാരിക്കുന്നത്. എപ്പോ വിളിച്ചാലും കൺസ്ട്രക്ഷനെ പറ്റിയും വീടിനെ പറ്റിയുമാണ് പറയുന്നത്. അല്ലെങ്കിൽ പാചകത്തെ പറ്റി പറയും. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഞങ്ങളെ പറ്റി വേണ്ടേ സംസാരിക്കാൻ? എനിക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമല്ലാത്തത്, സുഭാഷിന് എന്താണ് ഇഷ്ടം, ഇഷ്ടമല്ലാത്തത്, ഇതൊക്കെ ഷെയർ ചെയ്യണ്ടേ? ഇങ്ങനെയൊന്നും എന്നോട് സംസാരിച്ചതേയില്ല. സുഭാഷിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ബോറടിച്ചിരിക്കുകയാണ്. നിധി ചോദിക്കുന്നു, ജ്യോതി 2 ദിവസം കൊണ്ട് ഒരു തീരുമാനം എടുക്കണോ? ജ്യോതി പറയുകയാണ്, 2 ദിവസമേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, സോറി, തെറ്റിദ്ധരിക്കരുതേ. അങ്ങനെ ജ്യോതി ഫോൺ കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, സാരമില്ല, അത് വിട്ടേര്, നമുക്ക് സുഭാഷ് ഏട്ടന് വേണ്ടി വേറെ പെൺകുട്ടിയെ നോക്കാം. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ബോറായിട്ടായിരിക്കും സംസാരിച്ചത്. നികേഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ, കറി വെച്ച കാര്യമൊക്കെയാണ് ഫോണിലൂടെ സംസാരിക്കുന്നത്. നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ അറിയാവുന്ന കാര്യമല്ലേ സംസാരിക്കാൻ പറ്റൂ. സുഭാഷ് ഏട്ടൻ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാള് സുഭാഷ് ഏട്ടനെ കല്യാണം കഴിച്ചാൽ മതി. 2 ദിവസം കൊണ്ട് സുഭാഷ് ഏട്ടൻ സംസാരിച്ചത് ബോറാണെന്ന് ജ്യോതി തീരുമാനിച്ചു. 2 ദിവസം കൊണ്ട് ഒരു പെൺകുട്ടിയോട് എന്തൊക്കെ സംസാരിക്കാൻ പറ്റും? അത് വിട്ടേര്, ജ്യോതിക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കട്ടെ. സുഭാഷ് ഏട്ടന് നമുക്ക് വേറെ പെൺകുട്ടിയെ നോക്കാം. നിങ്ങൾ കഴിക്കുക. എല്ലാവരും വിഷമത്തോടുകൂടി ഭക്ഷണം കഴിക്കുമ്പോൾ നിധി ആലോചിച്ചിരിക്കുകയാണ്. തുടർന്ന് സുനന്ദയുടെ വീട്ടിലേക്ക് പോവുകയാണ് നിധി. സുഭാഷും സുനന്ദയും തമ്മിലുള്ള വിവാഹകാര്യം സംസാരിക്കാനാണ് നിധി ഇപ്പോൾ സുനന്ദയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.